ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമറ്റ് യൂസ് ചെയ്യുക. പില്യൺ റൈഡർ ഉണ്ടെങ്കിൽ പില്യൺ റൈഡറും തീർച്ചയായും ഹെൽമറ്റ് യൂസ് ചെയ്യണം. കഴിവതും ഫുൾ ഫേസ് ഹെൽമറ്റാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ വെറുതെ ഹെൽമറ്റ് ഉപയോഗിച്ചാൽ പോരാ, ഹെൽമറ്റിന്റെ സ്ട്രാപ്പ് നിർബന്ധമായും ക്ലിപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇടേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന്റെ ഫ്രണ്ടിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയുടെയും വെള്ളായണി കായലിന്റെയും കാഴ്ചകൾക്ക് ശേഷം നമുക്ക് ആക്കുളത്തെ കാഴ്ചകളൊന്ന് കണ്ടാലോ? അങ്ങനെ ഞങ്ങൾ ആക്കുളത്തെത്തി. അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ്. ഒരു മുതിർന്ന ആൾക്ക് പ്രവേശന ഫീസ് എന്ന് പറയുന്നത് 40 രൂപയാണ്. 40 രൂപ എടുത്താണ് നമ്മൾ പാർക്കിനുള്ളിലേക്ക് കടക്കുന്നത്. വ്യത്യസ്തവും മനോഹരവുമായ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. എന്നാൽ തന്നെയും അവയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീക്കെൻഡ് ആഘോഷിക്കാൻ പാകത്തിൽ രസകരമായ ഒരിടം തന്നെയാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് മുൻപോട്ട് കയറി വന്നതിന് ശേഷം നമുക്ക് കാണുന്നത് വിശാലമായ ഒരു പാർക്കാണ്, കുട്ടികൾക്കുള്ള പാർക്കാണ്. ഇതിലൊരു ട്രെയിനുണ്ട്, ഒരു ടോയ് ട്രെയിനൊക്കെ ഇവിടെ ഉണ്ട്. ഇലക്ട്രിക്കലാണ് ഇത് വർക്കാവുന്നത്. ബാറ്ററി ഓപ്പറേറ്റഡ് ട്രെയിനാണ് കാണുന്നത്. ഇത് ഒരു തടാകമാണ്, നമ്മുടെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനകത്ത് തടാകമാണ്. തടാകത്തിന് നേരെ മുകളിലായിട്ടാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ടോയ് ട്രെയിൻ. തൽക്കാലം ഇതിലിപ്പോൾ ആരും കയറുന്നില്ല, കാരണം ചാർജ് ചെയ്യേണ്ടേക്കാണ്. അതുപോലെ നല്ല തിരക്കായി വരുന്നതേ ഉള്ളൂ. ഈ ട്രെയിനിൽ കയറുന്നതിന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബാക്കി കാണുന്ന ഇതുപോലുള്ള കുട്ടികൾക്കുള്ള പാർക്കിൽ എല്ലാം സൗജന്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിശ്രമിക്കാനും മറ്റുമൊക്കെ സൗകര്യമുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ആക്ടിവിറ്റി സോണിലേക്ക് അല്ലെങ്കിൽ ഗെയിമിംഗ് സോണിലേക്കൊക്കെ പോകുന്നത്. കുട്ടികൾക്കുള്ള ഒരുപാട് ഗെയിംസ് എല്ലാം കാണാൻ കഴിയുന്ന ഒരു ഭാഗവും, അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള ഈ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് മുകളിൽ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ആക്കുളം കായലിൻ്റെ മനോഹരമായ കാഴ്ചകളും കുട്ടികൾക്കായുള്ള ചിൽഡ്രൻസ് പാർക്കും സൈക്കിൾ പാർക്കും നീന്തൽ കുളവും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ആക്ടിവിറ്റി സോണിലേക്ക് സ്റ്റെപ്പ് കയറാം. വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ടാലും വേസ്റ്റ് വലിച്ചെറിയുന്നൊരു സംഭവം ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ ആക്ടിവിറ്റി സോണിലോട്ട് പോവുകയാണ്. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. അതിനകത്ത് എന്താണെന്നറിയാമോ? അതൊരു സ്പായാണ്. എന്ത് സ്പാ ആണെന്നറിയാമോ? ഫിഷ് സ്പാ. അപ്പം ഫിഷിൻ്റെ മസാജൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ കയറാം. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിശാലമായ ഏരിയയിൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് ഗെയിമിംഗ് സോണും അതുപോലെ തന്നെ 12D സിനിമാ തിയേറ്ററൊക്കെ ഉള്ള ഒരു വിശാലമായ ഏരിയയാണ്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ വന്നിട്ട് വേണം ബാക്കിയുള്ള നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണോ അതിനെല്ലാം ടിക്കറ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലാണെങ്കിൽ അങ്ങനെ, നമുക്ക് സിപ്പ് ലൈൻ ഉണ്ട്, സിപ്പ് ലൈൻ ചെയ്യുന്നെങ്കിൽ എങ്ങനെ. നമ്മളിപ്പോൾ സിപ്പ് ലൈൻ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിപ്പ് സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സിപ്പ് ലൈൻ ചെയ്യുന്നതിന് ഒരാൾക്ക് 100 രൂപയും അതുപോലെ തന്നെ സിപ്പ് സൈക്കിൾ ചെയ്യുന്നതിന് ഒരാൾക്ക് 120 രൂപയാണ് ചാർജ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം നേരെ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെ കാണുന്നത് ഷൂട്ടിങ്ങിനും അതുപോലെ തന്നെ അമ്പയത്തിനുമുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ശരിക്കും അതിനകത്ത് കുറച്ച് ആൾക്കാർ, ഏകദേശം 10-15 ആൾക്കാർ അതിനകത്തുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സെക്ഷനുള്ള ആൾക്കാർ ഇറങ്ങുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുവരെയുള്ള സമയത്ത് നമ്മൾ മറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും താഴേക്കുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. കുട്ടികൾക്കായി ഗെയിമിംഗ് സോണിൽ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കാർ റേസിംഗ് ഉണ്ട്, ബൈക്ക് റേസിംഗ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഇൻഡോർ ക്രിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് VR ഗെയിംസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഷൂട്ടിങ്ങും അമ്പയത്തും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, കുട്ടവഞ്ചി സവാരി ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, സിപ്പ് സൈക്കിൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 12D തിയേറ്റർ. അത് ഏത് പ്രായക്കാരെയും ആവശ്യത്തിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ 12D തിയേറ്ററിലും കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ നമ്മുടെ സമയമായിരിക്കുന്നു. അതിനകത്തുള്ള സന്ദർശകരൊക്കെ പുറത്തേക്ക് വരുന്നു. അടുത്ത സെക്ഷനിൽ നമ്മളാണ് പോകേണ്ടത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കയറുമ്പോൾ ചെരുപ്പ് ധരിക്കാൻ പാടില്ല. ചെരുപ്പ് നമ്മളിവിടെ ഈ കാണുന്ന പച്ച പരവതാനി പോലുള്ള ഭാഗത്ത് ചെരുപ്പ് ഊരിയിട്ടതിന് ശേഷമാണ് നമ്മൾ നടക്കേണ്ടത്. കാരണം ഗ്ലാസ്സാണ്. അപ്പോൾ ചെരുപ്പിനടിയിലും മറ്റും പറ്റിയിരിക്കുന്ന ചെറിയ കല്ലും മറ്റും കൊണ്ട് ഗ്ലാസ്സിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആ കാണുന്നതാണ് സിപ്പ് സൈക്ലിംഗ്. നമ്മളിത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയതിന് ശേഷമാണ് സിപ്പ് സൈക്ലിങ്ങിന് പോകുന്നത്. ശരിക്കും നമ്മളിവിടെ ചെല്ലുന്നതിന് മുമ്പേ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു സിപ്പ് ലൈനും സിപ്പ് സൈക്ലിങ്ങും. അപ്പോൾ സിപ്പ് ലൈൻ നമ്മൾ കർണാടകയിലെ കൂർഗിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറുതാണ്, എന്നിരുന്നാൽ പോലും ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സമയമെത്തി, നമ്മളിതാ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കടക്കുകയാണ്. ഇനി ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെ കൂടി ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാം. ഇപ്പോൾ സമയം ഏകദേശം 5:15 മണിയായിരിക്കുന്നു. ഞങ്ങൾ 4 മണിക്ക് വീട്ടിൽ നിന്നും തിരിച്ചതാണ്, ആറ്റിങ്ങിൽ നിന്നും തിരിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ 5:15 കൂടി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കടക്കുകയാണ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ഏറ്റവും ഹൈലൈറ്റായ ഗ്ലാസ് ബ്രിഡ്ജ്, സാഹസിക ടൂറിസം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ. അങ്ങനെ തലസ്ഥാനത്തുള്ളവർക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ ഇനി വയനാട്ടിലോ വാഗമണിലോ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും പോകണ്ട. നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ആദ്യമായി തന്നെയാണ് വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. അത് ആക്കുളത്തുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജാണ്. സർക്കാർ ചുമതലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ആദ്യത്തെ കണ്ണാടിപ്പാലം. എങ്ങനെയുണ്ട്? ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 50 മീറ്റർ നീളമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിനുള്ളത്. അതുപോലെ തന്നെ 2 മീറ്റർ വീതിയുണ്ട്. ഒരേ സമയം 20 പേർക്കാണ് ഇതിനകത്ത് കയറാൻ കഴിയുന്നത്. ഒരുപാട് ആൾക്കാർ കയറി ഡാമേജ് ഒന്നും വരുത്താതിരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ സഞ്ചാരികൾക്കുള്ള സുരക്ഷയെ കരുതിയും കൂടിയാണ്. എന്നിരുന്നാൽ തന്നെയും മനോഹരമായ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്നതാണ്. അല്പം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഹൈറ്റിനെ ഭയമില്ലാത്തവർക്കും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും 70 അടി താഴ്ചയിൽ കാണുന്ന ആ തടാകത്തിലാണ് കുട്ടവഞ്ചി സവാരി നടത്തുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിൽ നിന്നുകൊണ്ട് താഴെ വ്യോമയാന മ്യൂസിയവും അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളും ടൂറിസ്റ്റ് വില്ലേജിലെ ബോട്ടിംഗ് ഏരിയയും കുട്ടവഞ്ചി സവാരിയും സ്വിമ്മിംഗ് പൂളും എല്ലാം നമുക്ക് ആസ്വദിച്ച് കാണുവാൻ സാധിക്കും. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സാഹസിക ടൂറിസം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. അതിൽ തന്നെ എടുത്തു പറയത്തക്ക വിധത്തിൽ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഏകദേശം 1.25 കോടി രൂപ ചിലവിലാണ് ഈ കണ്ണാടിപ്പാലം നിർമ്മിച്ചതെന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും മറ്റൊരു സന്തോഷകരമായ കാര്യം കൂടി നമുക്ക് ലഭിക്കുകയുണ്ടായി. അതായത് ആശ മുൻപ് പഠിപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റിനെ ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞു. ആ കുട്ടിയുമായിട്ട് ഒരുമിച്ചുള്ള ഫോട്ടോ കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരത്തെ കൂട്ടി ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന സിപ്പ് സൈക്ലിംഗ് ചെയ്യാൻ പോവുകയാണ്. ഞാനും ആശയും സിപ്പ് സൈക്ലിംഗ് നമ്മൾ ചെയ്ത് നോക്കി. ചെറിയ ഒരു ദൂരം മാത്രമേ ഉള്ളൂ, വലിയ പാടൊന്നുമുള്ള കേസല്ല. സേഫ്റ്റിക്കായിട്ട് ഒരു ഹെൽമെറ്റും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഫുള്ളി ബെൽറ്റ് കൊണ്ട് ടൈറ്റ് ചെയ്ത് തന്നെയാണ് നമ്മളതിലിരിക്കുന്നത്. വളരെ അനായാസം തന്നെ നമുക്കതിൽ പോയി വരാൻ കഴിയും. അങ്ങേയറ്റം വരെ പോയിട്ട് തിരിച്ചതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്ന് തന്നെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ രണ്ടുപേരും സിപ്പ് സൈക്ലിംഗ് ചെയ്തു. അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ സിപ്പ് സൈക്ലിങ്ങിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് ശേഷം നമ്മൾ നേരെ വരുന്നത് ടൊള്ളി തിയേറ്ററിലെ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഹൊറർ സിനിമയുമുണ്ട്, അതുപോലെ തന്നെ വളരെ അഡ്വഞ്ചറായിട്ടുള്ള ഫിലിമും ഇവിടെ കാണുന്നുണ്ട്. ടൊള്ളി സിനിമ തിയേറ്ററിലോട്ട് കയറാൻ പോവുകയാണ്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആളൊന്നുമില്ല, നമ്മൾ അകത്തോട്ട് പോവുകയാണ്. ശരിക്കോ സീറ്റ് കയറിക്കോ, അവിടെ കയറി സെൻറ്ററിൽ ഇരിക്കും അല്ലേ? അതിലിരിക്കും, അവിടെ ഇരിക്കും. ഓക്കെ, കുലുങ്ങ സീറ്റ്, പേടിക്കരുത്.
അങ്ങനെ ടൊൾഡി സിനിമയും കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ സിപ്ലൈൻ, നമ്മൾ രണ്ടുപേരും സിപ്ലൈൻ വഴിയാണ് താഴേക്ക് ഇറങ്ങിയത്. എന്തായാലും വളരെ മനോഹരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു നമുക്ക് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്ത് ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞതിന് ശേഷം മുമ്പോട്ട് വരുമ്പോൾ ഒരുപാട് ചെടികൾ, പല വെറൈറ്റി ആയിട്ടുള്ള ചെടികളെല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ബൈക്കിലാണ് പോയത്, അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെടികളൊന്നും വാങ്ങിക്കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും നല്ല അനുഭവങ്ങൾ തന്നെയാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അപ്പോൾ എന്തായാലും ഒരു വൺ ഡേ ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ട്രിവാൻഡ്രം ഭാഗത്ത് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും മറ്റുള്ള ഇപ്പോൾ വേളിയൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പിന് വരുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു മനോഹരമായ ഡെസ്റ്റിനേഷനാണ് ഈ ഒരു ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. അപ്പോൾ മറ്റുള്ള മനോഹരങ്ങളായ തിരുവനന്തപുരം ജില്ലയിലെ ചില ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ യാത്രകൾ തുടരുകയാണ്, കൂടെ കാഴ്ചകളും.